Dear students, welcome to the class of Fluid Mechanics and Hydraulics. In this class, I am starting 5th module and these are the topics given in the module 5. Here we will discuss the topics specific energy curve, critical depth, alternate depths, subcritical, critical and supercritical flow, condition for critical state of flow, Froude number for critical flow, expression for minimum specific energy, then condition for maximum discharge for a given value of specific energy and a discharge diagram. First topic specific energy. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്പൺ ചാനൽ ഫ്ലോ ആണ്. ദ ടോട്ടൽ എനർജി ഓഫ് എ ഫ്ലോയിങ് ലിക്വിഡ് പെർ യൂണിറ്റ് വെയ്റ്റ് ഈസ് ഗിവൺ ബൈ ടോട്ടൽ എനർജി അല്ലെങ്കിൽ ടോട്ടൽ ഹെഡ് ഈസ് ഈക്വൽ ടു ഡാറ്റം ഹെഡ് പ്ലസ് പ്രഷർ ഹെഡ് പ്ലസ് കൈനറ്റിക് ഹെഡ്. അതായത് ഒരു ഫ്ലോയിങ് ലിക്വിഡ് അല്ലെങ്കിൽ ഫ്ലോയിങ് വാട്ടർ അതിൻ്റെ ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വെയ്റ്റ്, എനർജി പെർ യൂണിറ്റ് വെയ്റ്റ് എന്ന് പറയുന്നത് ഹെഡാണ്. അത് ആരുടെയൊക്കെ സമാണ്? ഡാറ്റം ഹെഡിൻ്റെയും പ്രഷർ ഹെഡിൻ്റെയും കൈനറ്റിക് ഹെഡിൻ്റെയും സമാണ്. ഇവിടെ ഒരു ഓപ്പൺ ചാനൽ ഫ്ലോ കാണിച്ചിട്ടുണ്ട്. ഒരു ഹൊറിസോണ്ടൽ ഡാറ്റമാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്ന ഡാറ്റം. ഈ കാണിച്ചിരിക്കുന്നത് ചാനൽ ബോട്ടം അല്ലെങ്കിൽ ചാനൽ ബെഡാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡാറ്റം ഹെഡ് എന്തായിരിക്കും? ഈ ഒരു സെക്ഷനാണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന സെഡ് ആയിരിക്കും അതിൻ്റെ ഡാറ്റം ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, കൺസിഡർ ചെയ്യുന്ന ഡാറ്റത്തിനിലെ ആ ചാനൽ ബെഡിലോട്ടിലെ ആ ഒരു എലിവേഷൻ, അതാണ് ഡാറ്റം ഹെഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അടുത്തത് പ്രഷർ ഹെഡ്. ഇത് ഓപ്പൺ ചാനൽ ഫ്ലോ ആണ്. മീൻസ് ഫ്ലൂയിഡ് ഈസ് നോട്ട് ഫ്ലോയിങ് അണ്ടർ പ്രഷർ. ഇവിടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ ചാനൽ ബെഡിൻ്റെ സ്ലോപ്പ് കൊണ്ടാണ്. ഓക്കെ, മീൻസ് ഈ സർഫസിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. ഇതിലൊരു സിമ്പിൾ പീസോമീറ്റർ ട്യൂബ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ലിക്വിഡിലോട്ട് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ വരെ അതിൽ വാട്ടർ, പീസോമീറ്റർ ട്യൂബിൽ വാട്ടർ കാണിക്കുന്നുണ്ടാവുമല്ലോ. അതിൻ്റെ മീനിങ് എന്താണ്? ഇതിലുള്ള പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് ഈ ഒരു വൈ വാല്യൂ എന്ന് വെച്ചാൽ ഡെപ്ത് ഓഫ് ഫ്ലോ. ആ ഡെപ്ത് ഓഫ് ഫ്ലോ എന്തിനു തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? പ്രഷർ ഹെഡിനെ തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത് ഓപ്പൺ ചാനൽ ഫ്ലോ ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പൈപ്പ് ഫ്ലോ ആണെങ്കിൽ നേരെ ഡിഫറെൻ്റ് ആണ്. ഇനി അടുത്ത ഹെഡ് എന്താണ്? കൈനറ്റിക് ഹെഡാണ്. കൈനറ്റിക് ഹെഡ് എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഓഫ് വെലോസിറ്റി. കൈനറ്റിക് ഹെഡ് അതിൻ്റെ വാല്യൂ എന്താണ്? v²/2g. ഇതാണ് ഫ്രീ സർഫസ്, വാട്ടറിൻ്റെ ഫ്രീ സർഫസ്. ഇതാണ് ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. ഈ ഒരു ലൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഈ ഒരു ഡാഷ്ഡ് ലൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ടോട്ടൽ എനർജി ലൈനാണ്. അതിലാരൊക്കെ വന്നു? ഡാറ്റം ഹെഡ് വന്നു, പ്രഷർ ഹെഡ് വന്നു, പിന്നെ ഇതാണ് കൈനറ്റിക് ഹെഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിൽ വി എന്ന് പറയുന്നത് ഇതിലൂടെയുള്ള മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോ. ഇപ്പം പറഞ്ഞത് ടോട്ടൽ എനർജിയാണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്ക് സ്പെസിഫിക് എനർജിയാണ്. ഇനി എന്താണ് സ്പെസിഫിക് എനർജി? ഇഫ് ദി ചാനൽ ബോട്ടം ഈസ് ടേക്കൺ ആസ് ഡാറ്റം. തൊട്ട് മുമ്പ് ഞാൻ ഇതായിരുന്നു ഡാറ്റം എടുത്തിരുന്നത്. ഇനി ഡാറ്റം ചേഞ്ച് ചെയ്തു. ചാനൽ ബോട്ടം അല്ലെങ്കിൽ ചാനൽ ബെഡ്, അത് ഡാറ്റമായിട്ട് എടുക്കുന്ന സമയത്ത് ഏത് പാരാമീറ്റർ പോയി? സെഡ് വാല്യൂ പോയി. പിന്നെ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വെയ്റ്റ് ഓഫ് ലിക്വിഡ്. സെഡ് വാല്യൂ ഒഴിവാക്കിയാൽ ദെൻ ടോട്ടൽ എനർജി E ഈസ് ഈക്വൽ ടു y പ്ലസ് v²/g. ഇതാണ് y, ഇതാണ് v²/2g. ഈ ഒരു എനർജിയാണ് സ്പെസിഫിക് എനർജി എന്ന് പറയുന്നത്. അതായത് specific energy of a flowing liquid is defined as energy per unit weight of the liquid with respect to bottom of the channel. ചാനൽ ബോട്ടം റെഫറൻസ് അല്ലെങ്കിൽ ഡാറ്റമായിട്ട് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫ്ലോയിങ് ഫ്ലൂയിഡിൻ്റെ ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വെയ്റ്റ്, ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വെയ്റ്റ്, അതാണ് സ്പെസിഫിക് എനർജി എന്ന് പറയുന്നത്. ഇ എന്ന സിമ്പിൾ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. E ഈസ് ഈക്വൽ ടു y പ്ലസ് v²/2g. സെഡ് എന്ന് പറയുന്ന ടേം ഇല്ല, ബിക്കോസ് ചാനൽ ബെഡാണ് നമ്മളെ ഡാറ്റമായിട്ട് എടുക്കുന്നത്. അതാണ് സ്പെസിഫിക് എനർജി. അടുത്തത് സ്പെസിഫിക് എനർജി കർവ്. ദ കർവ് ഷോയിങ് ഗ്രാഫിക്കലി ദ വേരിയേഷൻ ഓഫ് സ്പെസിഫിക് എനർജി വിത്ത് റെസ്പെക്ട് ടു ഡെപ്ത് ഓഫ് ഫ്ലോ ഫോർ എ ഗിവൺ ചാനൽ സെക്ഷൻ ആൻഡ് ഡിസ്ചാർജ് ഈസ് നോൺ ആസ് സ്പെസിഫിക് എനർജി കർവ്. സ്പെസിഫിക് എനർജി കർവ് അതൊരു കർവാണ്. ആരുടെ വേരിയേഷനാണ് കാണിക്കുന്നത്?
വേരിയേഷൻ ഓഫ് സ്പെസിഫിക് എനർജി വിത്ത് ഡെപ്ത് ഓഫ് ഫ്ലോ അറ്റ് എ പർട്ടിക്കുലർ ചാനൽ സെക്ഷൻ ഫോർ എ ഗിവൺ ഡിസ്ചാർജ്. അതിൻ്റെ മീനിങ് എന്താണ്? ഡിസ്ചാർജിൻ്റെ വാല്യൂ ഒരു ഫിക്സഡ് ആക്കി വെക്കുന്നു. ഒരു പർട്ടിക്കുലർ ചാനലിലൂടെയുള്ള ഡിസ്ചാർജിൻ്റെ വാല്യൂ ഫിക്സ് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ സ്പെസിഫിക് എനർജി ഡെപ്ത് ഓഫ് ഫ്ലോ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എങ്ങനെയാണ് വേരി ചെയ്യുന്നത്, അതാണ് സ്പെസിഫിക് എനർജി കർവിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോർ എ ഗിവൺ ഡിസ്ചാർജ്, ഒരു പർട്ടിക്കുലർ ഡിസ്ചാർജിനാണ് ഇത് പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, അതെങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത് നോക്കാം. സ്പെസിഫിക് എനർജി ഓഫ് ഫ്ലോ ഈസ് ഈക്വൽ ടു വൈ പ്ലസ് വി സ്ക്വയർ ബൈ 2g. ഇതാണ് സ്പെസിഫിക് എനർജി എന്ന് പറയുന്നത്. ഇതിൽ വൈ എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ഫ്ലോ, എല്ലാം പ്രഷർ ഹെഡാണ്. പിന്നെ വി സ്ക്വയർ ബൈ 2g എന്ന് പറഞ്ഞാൽ കൈനറ്റിക് ഹെഡ് അല്ലെങ്കിൽ വെലോസിറ്റി ഹെഡ്. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മാണ് സ്പെസിഫിക് എനർജി എന്ന് പറയുന്നത്. ഇതിൽ വെലോസിറ്റി ഒക്കെ നമുക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റും? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്ചാർജ് ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ഫ്ലോ. ഇവിടെ ഞാൻ എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഫ്ലോ ആണ്. ഓപ്പൺ ചാനലിൻ്റെ കേസിൽ എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ഫ്ലോ എന്ന് തന്നെ സ്പെസിഫിക് ആയിട്ട് പറയണം. ഇതൊരു ചാനലിൻ്റെ സെക്ഷൻ കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ഫ്ലോ എന്തായിരിക്കും? ആ വാട്ടർ ഒക്യുപ്പൈ ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രോസ് സെക്ഷൻ ഏരിയ ആണ് ഏരിയ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്. ഇതിൽ വൈ ആണ് കാണിച്ചിരിക്കുന്നത്, ഡെപ്ത് ഓഫ് ഫ്ലോ കാണിച്ചിരിക്കുന്നത് വൈ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെലോസിറ്റിക്ക് എന്ത് ചെയ്താൽ ഡിസ്ചാർജ് ബൈ ഏരിയ ഓഫ് ഫ്ലോ, ഡിസ്ചാർജ് ക്യൂ വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്ന എ ഏരിയ ഓഫ് ഫ്ലോ. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി സ്ക്വയർ എന്തായിരിക്കും? ക്യൂ സ്ക്വയർ ബൈ എ സ്ക്വയർ ആയിരിക്കും. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? ഇ ഈസ് ഈക്വൽ ടു വൈ പ്ലസ് ക്യൂ സ്ക്വയർ ബൈ 2g ഇൻറ്റു എ സ്ക്വയർ. ഇക്വേഷൻ 1 കിട്ടിയിരിക്കുന്നത് വെലോസിറ്റിക്ക് ഇവിടെ വെലോസിറ്റി സ്ക്വയറിന് ക്യൂ സ്ക്വയർ ബൈ എ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്താണ് ഇക്വേഷൻ 1 കിട്ടുന്നത്. സ്പെസിഫിക് എനർജി ഇ ഈസ് ഈക്വൽ ടു വൈ പ്ലസ് ക്യൂ സ്ക്വയർ ബൈ 2g ഇൻറ്റു എ സ്ക്വയർ. ഈ ഒരു എക്സ്പ്രഷൻ നോക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഡിസ്ചാർജ് ഒരു പർട്ടിക്കുലർ ഡിസ്ചാർജിനാണ് ഇത് പ്ലോട്ട് ചെയ്യുന്നത്. മീൻസ് ക്യൂവിൻ്റെ വാല്യൂ എന്താക്കണം? ഫിക്സഡ് ആക്കണം. പിന്നെ ഇതിൽ വേരിയബിൾ വൈ വേരിയബിളാണ്. പിന്നെ എ ഓപ്പൺ ചാനൽ ഫ്ലോ ആണ്, ശ്രദ്ധിക്കണം. എ എന്ന് പറയുന്നത് പൈപ്പ് ഫ്ലോനെ കണക്കാണ്, ഫിക്സഡ് ആയിരിക്കില്ല. ഇവിടെ ഏരിയ എന്ന് പറയുന്നത് വേരിയബിളാണ്. അതായത് ഏരിയ ഓഫ് ഫ്ലോ അറ്റ് എ പർട്ടിക്കുലർ ചാനൽ സെക്ഷൻ വിൽ ബി എ ഫങ്ഷൻ ഓഫ് ഡെപ്ത് ഓഫ് ഫ്ലോ. ഇവിടെ ഞാൻ വൈ എന്ന് പറയുന്ന ഒരു ഡെപ്ത് ഓഫ് ഫ്ലോ കാണിച്ചിട്ടുണ്ട്. ആ സമയത്തുള്ള ഏരിയ ആണിത്. ഇതാണ് ഏരിയ ഓഫ് ഫ്ലോ, ഇതാണ് ടോട്ടൽ ഏരിയ ഓഫ് ഫ്ലോ വരുന്നത്. ഇനി ഞാൻ വൈ വാല്യൂ കുറക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? വൈ ഈ ഒരു ലൊക്കേഷൻ വരെ വൈ ഇല്ലു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏരിയ ഓഫ് ഫ്ലോനും ഡിക്രീസ് ഉണ്ടാവും. വൈ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ഏരിയ ഓഫ് ഫ്ലോ ഡിക്രീസ് ചെയ്യും. വൈ ഇൻക്രീസ് ചെയ്യുന്ന സമയത്തോ ഏരിയ ഓഫ് ഫ്ലോ ഇൻക്രീസ് ചെയ്യും. മീൻസ് ഇതിൽ ഏരിയ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ആരുടെ ഫങ്ഷനാണ്? ഡെപ്ത് ഓഫ് ഫ്ലോൻ്റെ ഫങ്ഷനാണ്. അങ്ങനെ ആവുന്ന സമയത്ത് ഈ ഇക്വേഷൻ 1 എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഫോർ എ ഗിവൺ ചാനൽ സെക്ഷൻ ആൻഡ് ഡിസ്ചാർജ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് സ്പെസിഫിക് എനർജി ആരുടെ മാത്രം ഫങ്ഷനാണ്? വൈയുടെ മാത്രം, അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ഫ്ലോൻ്റെ മാത്രം ഫങ്ഷനാണ്. ഇവിടെ ഓൾറെഡി വൈ തന്നെയാണ്. ഇവിടെ ഏരിയ എന്താണെന്ന് കണ്ടു? ഡെപ്ത് ഓഫ് ഫ്ലോൻ്റെ ഫങ്ഷനാണെന്ന് കണ്ടു. മീൻസ് സ്പെസിഫിക് എനർജി ആരുടെ മാത്രം ഫങ്ഷനായിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും? ഡെപ്ത് ഓഫ് ഫ്ലോൻ്റെ മാത്രം ഫങ്ഷനായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. എപ്പോൾ? ഡിസ്ചാർജ് ഫിക്സ് ചെയ്യുന്ന സമയത്ത്, ഒരു പർട്ടിക്കുലർ ഡിസ്ചാർജിന്. ഹെൻസ് ഫോർ എ ഗിവൺ ഡിസ്ചാർജ് ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ഡെപ്ത് ഓഫ് ഫ്ലോ കറസ്പോണ്ടിങ് വാല്യൂസ് ഓഫ് ഇ മേ ബി ഒബ്റ്റൈൻഡ്. ഇ എന്ന് പറയുന്നത് വൈയുടെ മാത്രം ഫങ്ഷനായി. മീൻസ് വൈ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ഇ കിട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിസ്ചാർജ് ഫിക്സഡ് ആക്കി വെക്കുന്ന ഒരു പർട്ടിക്കുലർ ഡിസ്ചാർജിനാണ് ഇതൊക്കെ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. ഇപ്പം ഇ എന്ന് പറയുന്നത് എ ഫങ്ഷൻ ഓഫ് വൈ ആണെന്ന് കണ്ടു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വേരിയേഷൻ കാണിക്കുന്ന ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് സ്പെസിഫിക് എനർജി കർവ് എന്ന് പറയുന്നത്. ദ ഗ്രാഫ് ബിറ്റ്വീൻ സ്പെസിഫിക് എനർജി അലോങ് എക്സ് ആക്സിസ് ആൻഡ് ഡെപ്ത് ഓഫ് ഫ്ലോ അലോങ് വൈ ആക്സിസ് മേ ബി പ്ലോട്ടഡ്. സച്ച് എ ഗ്രാഫ് ഈസ് കോൾഡ് സ്പെസിഫിക് എനർജി കർവ്. ഈ കാണിച്ചിരിക്കുന്നതാണ് സ്പെസിഫിക് എനർജി കർവ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ എക്സ് ആക്സിൽ എടുത്തിരിക്കുന്നത് സ്പെസിഫിക് എനർജിയാണ്, വൈ ആക്സിസിൽ എടുത്തിരിക്കുന്നത് ഡെപ്ത് ഓഫ് ഫ്ലോ ആണ്. ഓക്കെ, ദ സ്പെസിഫിക് എനർജി കർവ് മേ ബി ഒബ്റ്റൈൻഡ് ആസ് ഫോളോസ്. ഡ്രോ. ഇവിടെ ഞാൻ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ഇ ഈസ് ഈക്വൽ ടു വൈ പ്ലസ് വി സ്ക്വയർ ബൈ 2g. പിന്നെ എനർജി ഈ ഫസ്റ്റത്തെ ഡെപ്ത് ഓഫ് ഫ്ലോന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ E1 എഴുതിയിട്ടുണ്ട്. വി സ്ക്വയർ ബൈ 2g ഞാൻ E2 എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ടോട്ടൽ എനർജിനെ E1 E2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു.
ഓക്കെ, ഇത് വരക്കുന്ന സമയത്ത് ഡ്രോ എ ലൈൻ ഇ ഈസ് ഈക്വൽ ടു E1. ആദ്യം ഞാൻ ഈ ഒരു എനർജി മാത്രം കൺസിഡർ ചെയ്യുന്നു, പ്രഷർ ഹെഡ് മാത്രം കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, പ്രഷർ ഹെഡ് കൺസിഡർ ചെയ്യുന്ന ഈ ഒരു ടേം തൽക്കാലം കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താവും, ഇ ഈസ് ഈക്വൽ ടു E1 മാത്രമേ ഉള്ളൂ. E1 എന്ന് പറയുന്നത് ഞാൻ y ആണ് എടുത്തിരിക്കുന്നത്. അതായത് ഇ ഈസ് ഈക്വൽ ടു E1 ഈസ് ഈക്വൽ ടു y. മീൻസ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് E ആണ്, ഇവിടെ എടുത്തിരിക്കുന്നത് y ആണ്. ഇ ഈസ് ഈക്വൽ ടു y അല്ലെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു y. ആ ഒരു ഗ്രാഫ് എന്തായിരിക്കും, എക്സ് ഈസ് ഈക്വൽ ടു y എന്ന് പറയുന്ന ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സ്ട്രെയിറ്റ് ലൈനും അതിൻ്റെ ഇൻക്ലിനേഷൻ വിത്ത് ഹൊറിസോണ്ടൽ എത്രയായിരിക്കും, 45 ഡിഗ്രി ആയിരിക്കും. ആദ്യം ഞാൻ അത് മാത്രം പ്ലോട്ട് ചെയ്യുന്നു. ഞാൻ ഫസ്റ്റത്തെ എനർജി മാത്രം കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, E1 എന്ന് പറഞ്ഞാൽ പ്രഷർ ഹെഡാണ്, അതായത് E2 എന്ന് പറയുന്നത് വെലോസിറ്റി ഹെഡാണ്. ഫസ്റ്റത്തെ മാത്രം കൺസിഡർ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും, ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദി ഒറിജിൻ ആൻഡ് മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി വിത്ത് എക്സ് ആക്സിസ്. ഇ ഈസ് ഈക്വൽ ടു വൈ മീൻസ് എക്സ് ഈസ് ഈക്വൽ ടു വൈ എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് അവിടെ കിട്ടുന്നത്. അതാണ് ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു ലൈൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ എനർജി മാത്രം കൺസിഡർ ചെയ്യുന്നു. ഡ്രോ അനദർ കർവ് ഫോർ കൈനറ്റിക് ഹെഡ് അലോൺ. ഇത് മാത്രം, ഫസ്റ്റത്തതില്ല, ഇ ഈസ് ഈക്വൽ ടു E2. ആ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എന്താണ്, ആരെ മാത്രമേ ഞാൻ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, വെലോസിറ്റി ഹെഡ് മാത്രമേ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. വെലോസിറ്റി ഹെഡ് എന്ന് പറഞ്ഞാൽ v²/2g അല്ലെങ്കിൽ q²/2g × a². വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ബൈ ഏരിയ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത്. അതെന്തായിരിക്കും, സ്ക്വയറാണ് റിലേഷൻ. മീൻസ് ആ ഒരു കർവ് എന്തായിരിക്കും, ഈ കാണിച്ചിരിക്കുന്ന പോലെ പരാബോളിക് കർവ് ആയിരിക്കും. ഏത് എനർജി മാത്രം കൺസിഡർ ചെയ്യുന്ന സമയത്ത്, ഏത് ഹെഡ് മാത്രം കൺസിഡർ ചെയ്യുന്ന സമയത്ത്, വെലോസിറ്റി ഹെഡ് മാത്രം കൺസിഡർ ചെയ്യുന്ന സമയത്തുള്ള കർവാണ് ഇത്. പ്രഷർ ഹെഡ് മാത്രം കൺസിഡർ ചെയ്യുന്ന സമയത്തുള്ള കർവാണ് ഇത്. ഇനി സ്പെസിഫിക് എനർജി എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മാണ്. അങ്ങനെയാണെങ്കിൽ സ്പെസിഫിക് എനർജി കർവ് എങ്ങനെ വരക്കാം, ബൈ ആഡിങ് വെലോസിറ്റി ഹെഡ് ആൻഡ് പ്രഷർ ഹെഡ്. അങ്ങനെ ആഡ് ചെയ്ത് വരക്കുന്ന സമയത്തുള്ള കർവാണ് ഈ കാണിച്ചിരിക്കുന്നത്. ACB എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്ന ഈ കർവ്, ഇതാണ് സ്പെസിഫിക് എനർജി കർവ്. ഓക്കെ, ഈ ACB എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്ന കർവാണ് സ്പെസിഫിക് എനർജി കർവ് എന്ന് പറയുന്നത്. അടുത്തത് ക്രിറ്റിക്കൽ ഡെപ്ത് റെപ്രസെൻറ്റഡ് ബൈ. ക്രിറ്റിക്കൽ ഡെപ്ത് ഈസ് ഡിഫൈൻഡ് ആസ് ദാറ്റ് ഡെപ്ത് ഓഫ് ഫ്ലോ ഓഫ് ലിക്വിഡ് അറ്റ് വിച്ച് സ്പെസിഫിക് എനർജി ഈസ് മിനിമം. ഈ സ്പെസിഫിക് എനർജി കർവ്, അതായത് ഈ ACB എന്ന് പറഞ്ഞ കർവ് നോക്കിയാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. എനർജിക്ക് എന്താണ് സംഭവിക്കുന്നത്, ഈ എലോങ് ദി എക്സ് ആക്സിസ് ആണ് എനർജി എടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനർജി ഡിക്രീസ് ചെയ്ത് വരാണ്. ഇവിടെ കറസ്പോണ്ടിങ് എനർജി ഇതാണ് വരിക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മെഷർ ചെയ്ത് കിട്ടുന്ന ഈ ഒരു വാല്യൂ. പിന്നെ എലോങ് ദി എനർജി കർവ് വരുന്ന സമയത്ത് എന്താ, എനർജിക്ക് ഡിക്രീസാണ് സംഭവിക്കുന്നത്. ഇവിടെ നിന്നാണ് എനർജി മെഷർ ചെയ്യേണ്ടത്. ഈ ഒരു പോയിൻ്റ് ആണെങ്കിൽ ഇത്രപ്പര എനർജി ഉണ്ടാവും, ഇവിടെ നിന്നോട്ട് ഇവിടെ വരില്ല വാല്യൂ. എനർജിക്ക് ഡിക്രീസാണ് സംഭവിക്കുന്നത്. എനർജി ഡിക്രീസ് ചെയ്തിട്ട് ആ ഒരു മിനിമം എനർജിയിലോട്ട് എത്തുന്നു. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്, എനർജി ഇൻക്രീസ് ചെയ്യുന്നു. ആ ഒരു മിനിമം എനർജി പോയിൻ്റ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്ത് ഓഫ് ഫ്ലോ, ഇവിടെയാണ് ഞാൻ ഡെപ്ത് ഓഫ് ഫ്ലോ എടുത്തിരിക്കുന്നത്, ഇവിടെയാണ് ഒറിജിൻ, പ്ലോട്ട് ചെയ്തതിൻ്റെ ഒറിജിൻ ഇതാണ്. ആ മിനിമം എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്ത് ഓഫ് ഫ്ലോ എന്താണോ അതിനെയാണ് ക്രിറ്റിക്കൽ ഡെപ്ത് എന്ന് പറയുന്നത്. ക്രിറ്റിക്കൽ ഡെപ്ത് ഈസ് ഡിഫൈൻഡ് ആസ് ദാറ്റ് ഡെപ്ത് ഓഫ് ഫ്ലോ ഓഫ് ലിക്വിഡ് അറ്റ് വിച്ച് സ്പെസിഫിക് എനർജി ഈസ് മിനിമം. ഇവിടെയാണ് സ്പെസിഫിക് എനർജി മിനിമം വരുന്നത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്ത്, അതാണ് ക്രിറ്റിക്കൽ ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ചാനൽ സെക്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കറസ്പോണ്ടിങ് ക്രിറ്റിക്കൽ ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക, ഇതാണ് ചാനൽ ബെഡ് എന്ന് പറയുന്നത്. ഈ ഒരു വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിൽ വരുന്ന ആ ഒരു ഡെപ്ത് ഓഫ് ഫ്ലോ, അതിനാണ് ക്രിറ്റിക്കൽ ഡെപ്ത് എന്ന് പറയുന്നത്. ഇൻ സ്പെസിഫിക് എനർജി കർവ് ACB, പോയിന്റ് C കറസ്പോണ്ട്സ് ടു മിനിമം സ്പെസിഫിക് എനർജി. ദ ഡെപ്ത് ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ അറ്റ് C ഈസ് നോൺ ആസ് ക്രിറ്റിക്കൽ ഡെപ്ത്. ഇതാണ് ക്രിറ്റിക്കൽ ഡെപ്ത് വരുന്നത്. മിനിമം സ്പെസിഫിക് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്ത് ഓഫ് ഫ്ലോ, അതിനെയാണ് ക്രിറ്റിക്കൽ ഡെപ്ത് എന്ന് പറയുന്നത്. അടുത്തത് ആൾട്ടർനേറ്റ് ഡെപ്ത്സ്. The specific energy curve shows that for any given specific energy except minimum specific energy, there are two possible depths. One low stage depth y1 corresponding to point G and other high stage depth y2 corresponding to point H. ഓക്കെ, എന്താ പറയുന്നത്, ഈ ഒരു സ്പെസിഫിക് എനർജി കർവ് കൺസിഡർ ചെയ്താൽ ഒരു കാര്യം മനസ്സിലാവും. ഇവിടെയാണ് എനർജി, ഞാനിപ്പം ഈ ഒരു പോയിന്റിൽ എനർജി എടുക്കുന്നത്.
ഓക്കെ, മിനിമം എനർജി ഇവിടെ വന്നു. ഈ ഒരു പോയിന്റിൽ എനർജി എടുത്തിട്ട് മുകളിലോട്ട് പോയി നോക്കുന്ന സമയത്ത് എന്താണ്, ആ ഒരു കർവ് ACBനെ രണ്ട് സ്ഥലത്ത് ആ കർവിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു പോയിൻ്റ് G ആണ്, ഒരു പോയിൻ്റ് H ആണ്. ഈ G എടുത്താലും H എടുത്താലും വന്ന് നോക്കുന്ന സമയത്ത് എന്താണ്, സെയിം സ്പെസിഫിക് എനർജിയാണ്. അതിൻ്റെ മീനിങ് എന്താണ്, ഈ ഒരു ഡെപ്ത്ത് y1 എന്ന് പറഞ്ഞ ഡെപ്ത്ത്, y1 എന്ന് പറഞ്ഞ ഡെപ്ത് ഓഫ് ഫ്ലോയിലും പിന്നെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്ത് ഓഫ് ഫ്ലോ ഞാൻ കാണിച്ചിരിക്കുന്നത് y2 ആണ്. y1 എന്ന് പറഞ്ഞ ഡെപ്ത് ഓഫ് ഫ്ലോയിലും y2 എന്ന് പറഞ്ഞ ഡെപ്ത് ഓഫ് ഫ്ലോയിലും സെയിം സ്പെസിഫിക് എനർജിയാണ് കിട്ടുന്നത്. അതാണ് ഇതിൻ്റെ മീനിങ്. സ്പെസിഫിക് എനർജി കർവ് ഷോസ് ദാറ്റ് ഫോർ എ ഗിവൺ സ്പെസിഫിക് എനർജി. ഇവിടെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് എനർജി എടുക്കുക, അത് ആരാവാൻ വേണ്ടി പാടില്ല, മിനിമം സ്പെസിഫിക് എനർജി അല്ലാത്ത വേറെ ഏതൊരു എനർജി എടുത്തിട്ടുണ്ടെങ്കിലും എന്ത് കിട്ടും, രണ്ട് ഡെപ്ത് കിട്ടും. ഓക്കെ, ഒരു ഡെപ്ത് ഇവിടെ കിട്ടി, y1 കിട്ടി, ഇനി അടുത്ത് ഇവിടെ എടുക്കുന്ന സമയത്ത് സെക്കൻഡ് ഡെപ്ത് കിട്ടി, രണ്ട് ഡെപ്ത് കിട്ടുന്നുണ്ട്. അതിൽ ഒന്നെന്തായിരിക്കും, ലോ സ്റ്റേജ് മീൻസ് അത് ക്രിട്ടിക്കൽ ഡെപ്ത്, ഇതാണ് YCനെക്കാട്ടിയും കുറവാണ് y1. പിന്നെ ഹൈ സ്റ്റേജ് ഡെപ്ത് എന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ ഡെപ്തിനെക്കാട്ടിയും കൂടുതലാണ്. ഓക്കെ, the low stage depth y1 is smaller than critical depth and high stage depth y2 is greater than critical depth. These two depths for a given specific energy are called alternate depth. ഇതിനാണ് alternate depth എന്ന് പറയുന്നത്. അതായത് ഒരു given specific energy other than minimum specific energy കൺസിഡർ ചെയ്യുന്ന സമയത്ത് പിന്നെന്താ, രണ്ട് ഡെപ്ത് ഓഫ് ഫ്ലോ ഉണ്ടാവും അതിന് കറസ്പോണ്ടിങ് ആയിട്ട്. ഒന്ന് ക്രിട്ടിക്കൽ ഡെപ്തിനെക്കാട്ടിയും കുറവായിരിക്കും, അതായത് y1. രണ്ടാമത്തത് ക്രിട്ടിക്കൽ ഡെപ്തിനെക്കാട്ടിയും കൂടുതലായിരിക്കും, y2. ഇതിനെ രണ്ടിനും എന്താണ് പറയുന്നത്, ആ രണ്ട് ഡെപ്തിനെയും പറയുന്നതാണ് ആൾട്ടർനേറ്റ് ഡെപ്ത് എന്ന് പറയുന്നത്. അടുത്തത് ക്രിട്ടിക്കൽ ഫ്ലോ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദാറ്റ് ഫ്ലോ അറ്റ് വിച്ച് സ്പെസിഫിക് എനർജി ഈസ് മിനിമം ഫോർ ദി ഫ്ലോ കറസ്പോണ്ടിങ് ടു ക്രിട്ടിക്കൽ ഡെപ്ത് ഈസ് നോൺ ആസ് ക്രിട്ടിക്കൽ ഫ്ലോ. ഓക്കെ, ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് വെച്ചാൽ അതിൽ ഫ്ലോ ഡെപ്ത് എന്തായിരിക്കും, ഫ്ലോ ഡെപ്ത് അല്ലെങ്കിൽ ആ ഒരു ഫ്ലോന് എന്തായിരിക്കും, സ്പെസിഫിക് എനർജി എന്ന് പറയുന്നത് മിനിമം. സ്പെസിഫിക് എനർജി മിനിമം ആവുന്ന ആ കറസ്പോണ്ടിങ് ഡെപ്തിനെ എന്താണ് പറയുന്നത്, ക്രിട്ടിക്കൽ ഡെപ്ത് ആണെന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഫ്ലോ എന്താണ്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫ്ലോ അറ്റ് വിച്ച് സ്പെസിഫിക് എനർജി ഈസ് മിനിമം. സ്പെസിഫിക് എനർജി മിനിമം അല്ലെങ്കിൽ ഫ്ലോ കറസ്പോണ്ടിങ് ടു ക്രിട്ടിക്കൽ ഡെപ്ത്. ഓക്കെ, ഈ ഒരു ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട് എന്താണ്, ചാനൽ ബോട്ടം കാണിച്ചിട്ടുണ്ട്. ഇത് ഫ്രീ വാട്ടർ സർഫസാണ് കാണിച്ചിരിക്കുന്നത്. അത് ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഡെപ്ത് ആണെങ്കിൽ ആ കറസ്പോണ്ടിങ് ഫ്ലോനെ എന്ത് പറയും, ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറയും. ഓക്കെ, അതായത് ഈ ഒരു ഫ്ലോൻ്റെ സ്പെസിഫിക് എനർജി എന്തായിരിക്കും, മിനിമം സ്പെസിഫിക് എനർജി ആയിരിക്കും. അതിന് കറസ്പോണ്ടിങ് വെലോസിറ്റീനെ ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയും. ക്രിട്ടിക്കൽ ഫ്ലോന് ഫ്രൗഡ് നമ്പറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഫ്രൗഡ് നമ്പർ ക്രിട്ടിക്കൽ ഫ്ലോന് 1 ആണെന്ന് ഇപ്പം പ്രൂവ് ചെയ്യും. ഓൾറെഡി ഓപ്പൺ ചാനൽ ഫ്ലോൻ്റെ ക്ലാസിഫിക്കേഷൻസ് പറയുന്ന സമയത്ത് ഫ്രൗഡ് നമ്പർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രൗഡ് നമ്പർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഇനർഷ്യ ഫോഴ്സ് ടു ഗ്രാവിറ്റി ഫോഴ്സ് ആണ്. ക്രിട്ടിക്കൽ ഫ്ലോ ആവുന്ന സമയത്ത് ഫ്രൗഡ് നമ്പറിൻ്റെ വാല്യൂ എത്ര വരും, 1 ആയിരിക്കും ഉണ്ടാവുക. അടുത്തത് സബ് ക്രിട്ടിക്കൽ ഫ്ലോ അല്ലെങ്കിൽ ട്രാൻക്വിൽ ഓർ സ്ട്രീമിംഗ് ഫ്ലോ. When the depth of flow in a channel is greater than critical depth. ഇവിടെ ഞാൻ ഈ ഡാഷ് ലൈനായിട്ട് കാണിച്ചിരിക്കുന്നത് ക്രിട്ടിക്കൽ ഡെപ്ത് ആണ്, മീൻസ് മിനിമം സ്പെസിഫിക് എനർജി കറസ്പോണ്ടിങ് ആയിട്ടുള്ള. ഇനി ആക്ച്വൽ കേസിൽ അതിൻ്റെ ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് y ആണ്. അതെന്താണ്, y ഗ്രേറ്റർ ദാൻ yc. ഇഫ് ദി ഡെപ്ത് ഓഫ് ഫ്ലോ ഇൻ എ ചാനൽ ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ഡെപ്ത്, ദ ഫ്ലോ ഈസ് സെഡ് ടു ബി സബ് ക്രിട്ടിക്കൽ ഫ്ലോ. ദ ഫ്ലോ ഈസ് സെഡ് ടു ബി സബ് ക്രിട്ടിക്കൽ ഫ്ലോ. അതിൻ്റെ മീനിങ് എന്താണ്, ഫ്ലോ ഡെപ്ത് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഡെപ്തിനെക്കാട്ടിയും ഹൈ ആണെങ്കിൽ അതിനെന്ത് പറയും, സബ് ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറയും. ഓക്കെ, ഇതിനെ നോർമലി സബ് എന്ന് പറഞ്ഞാൽ ലെസ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞ സമയത്ത് എൻ്റെ ഫ്ലോ ഡെപ്ത് ക്രിട്ടിക്കലിനെക്കാട്ടിയും ഹയർ ആണ് പറയുന്നത്. മീൻസ് എന്താ, നമ്മളിവിടെ ആ സബ് എന്ന് പറയുന്നതിൻ്റെ റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഡെപ്ത് ഓഫ് ഫ്ലോ അല്ല, വെലോസിറ്റിക്ക് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ സബ് എന്ന് പറയുന്നത്. മീൻസ് ഫോർ എ സബ് ക്രിട്ടിക്കൽ ഫ്ലോ വെലോസിറ്റി ഈസ് ലെസ് ദാൻ ക്രിട്ടിക്കൽ വെലോസിറ്റി. ഫ്ലോ ഇതിലൂടെയുള്ള ഫ്ലോ സബ് ക്രിട്ടിക്കൽ ഫ്ലോ എന്ന സമയത്ത് അതിലെ ഇവിടെയുള്ള ഫ്ലോ വെലോസിറ്റി എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ വെലോസിറ്റിനെക്കാട്ടിയും ലെസ് ദാൻ ആയിരിക്കും. മീൻസ് ആ ലെസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് സബ് നമ്മൾ നോർമലി സബ് എന്ന് വെച്ചാൽ എന്താണ്, ലെസ് എന്നുള്ള കൺസെപ്റ്റിലാണ് എടുക്കുക.
അത് വെലോസിറ്റീനെ ബേസ് ചെയ്തിട്ടാണ് ആക്ച്വലി അത് പറയുന്നത്, ഡെപ്ത് ഓഫ് ഫ്ലോനെ ബേസ് ചെയ്തിട്ടല്ല ഈ ഒരു സബ് എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്യുന്നത്. ഓക്കെ, വെലോസിറ്റിനെ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടാണ് സബ് എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്യുന്നത്. ഈ ഒരു കേസിൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്രിട്ടിക്കൽ വെലോസിറ്റീനെക്കാട്ടിയും കുറവായിരിക്കും. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ഡിസ്ചാർജ് കൺസിഡർ ചെയ്യുക. ഒരു പർട്ടിക്കുലർ ഡിസ്ചാർജ് ഈസ് ഈക്വൽ ടു എന്താണ്? ഏരിയ ഇൻറ്റു വെലോസിറ്റിയാണ്. ഇവിടെ ഡെപ്ത് ഓഫ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആയിട്ട് ഏരിയ ഓഫ് ഫ്ലോ ഇൻക്രീസ് ചെയ്യും. ആ ഡിസ്ചാർജ് കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? ഏരിയ ഓഫ് ഫ്ലോ കൂടി വെലോസിറ്റി കുറയണം. അതായത് ക്രിട്ടിക്കൽ വെലോസിറ്റീനെക്കാട്ടിയും കുറവായിരിക്കും സബ് ക്രിട്ടിക്കൽ ഫ്ലോയിൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഫ്രൗഡ് നമ്പറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കും. അടുത്തത് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ അല്ലെങ്കിൽ ഷൂട്ടിംഗ് ഓർ ടൊറൻഷ്യൽ ഫ്ലോ. എന്തായിരിക്കും? വെൻ ദ ഡെപ്ത് ഓഫ് ഫ്ലോ ഇൻ എ ചാനൽ ഈസ് ലെസ് ദാൻ ക്രിട്ടിക്കൽ ഡെപ്ത്. ഈ ഡാഷ്ഡ് ലൈനാണ് ക്രിട്ടിക്കൽ ഡെപ്ത് കാണിച്ചിരിക്കുന്നത്. ആക്ച്വൽ ഫ്ലോ ഡെപ്ത് എന്ന് പറയുന്നത് y. അത് ലെസ് ദാൻ ക്രിട്ടിക്കൽ ഡെപ്ത് ആവുന്ന സമയത്ത് ഫ്ലോന് എന്ത് പറയും? സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറയും. ഇവിടെയും ശ്രദ്ധിക്കണം, ആ സൂപ്പർ എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു വെലോസിറ്റിയാണ്. ശരിക്കും ഡെപ്ത് ഓഫ് ഫ്ലോ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ക്രിട്ടിക്കലിനെക്കാട്ടിയും ലെസ് ആണ്. നമ്മൾ സൂപ്പർ എന്ന് പറഞ്ഞ ടേം എന്ന് വെച്ചാൽ നോർമലി മോർ എന്നുള്ളൊരു സെൻസിലാണ് എടുക്കുക. അതായത് ഫോർ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ദ ഫ്ലോ വെലോസിറ്റി ഈസ് മോർ ദാൻ ക്രിട്ടിക്കൽ വെലോസിറ്റി. നേരത്തെ പറഞ്ഞ കണക്കിന് ആലോചിച്ചാൽ മതി. ഇവിടെ എന്താണ്? ഡിസ്ചാർജ് സെയിം ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഫ്ലോ ഡെപ്ത് കുറയുന്ന സമയത്ത് ഏരിയ കുറയും. അന്നേരം പ്രൊപ്പോർഷണലായിട്ട് ആര് കൂടണം? വെലോസിറ്റിക്ക് ഇൻക്രീസ് ഉണ്ടാവും. ഒരു പർട്ടിക്കുലർ ഡിസ്ചാർജാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ. അതായത് വി ഗ്രേറ്റർ ദാൻ വി സി ആയിരിക്കും. ക്രിട്ടിക്കൽ വെലോസിറ്റീന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റീനെക്കാട്ടിയും കൂടുതലായിരിക്കും ആക്ച്വൽ ഫ്ലോ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആ വെലോസിറ്റീനെ റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ സൂപ്പർ എന്ന് പറഞ്ഞ ടേം ആക്ച്വലി യൂസ് ചെയ്യുന്നത്. അതേപോലെ ഫ്രൗഡ് നമ്പറിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അടുത്തത് കണ്ടീഷൻ ഫോർ ക്രിട്ടിക്കൽ സ്റ്റേറ്റ് ഓഫ് ഫ്ലോ. ക്രിട്ടിക്കൽ ഫ്ലോൻ്റെ ജനറൽ കണ്ടീഷനാണ് ഇവിടെ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സ്പെസിഫിക് എനർജി ഈസ് ഈക്വൽ ടു y പ്ലസ് v²/2g ആണ്. ഓക്കെ, അതിൽ ഡിസ്ചാർജിൻ്റെ സ്ഥാനത്ത് q/a ഓൾറെഡി പറഞ്ഞതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇക്വേഷൻ എന്താ പറയും? വെലോസിറ്റിയുടെ സ്ഥാനത്ത് q/a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് e ഈസ് ഈക്വൽ ടു y പ്ലസ് q²/2ga² കിട്ടും. ഇനി ഫോർ എ ഗിവൺ ഡിസ്ചാർജ് ഞാൻ ഫിക്സ് ചെയ്ത് വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കണ്ടീഷൻ ഫോർ മിനിമം സ്പെസിഫിക് എനർജി എന്തായിരിക്കും? dE/dy ഈസ് ഈക്വൽ ടു 0. പിന്നെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ആരാണ്? y മാത്രമാണ്. കാരണം ഏരിയ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ആരുടെ ഫംഗ്ഷനാണെന്ന് പറഞ്ഞു? വൈയുടെ ഫംഗ്ഷനാണെന്ന് പറഞ്ഞു. ഇതിൻ്റെ മീനിങ് എന്താ? dE/dy ഈസ് ഈക്വൽ ടു 0. അത് യൂസ് ചെയ്താൽ നമുക്ക് എന്തായിരുന്നു? മിനിമം സ്പെസിഫിക് എനർജി. ക്രിട്ടിക്കൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ, ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് പറഞ്ഞാൽ മിനിമം സ്പെസിഫിക് എനർജിയാണ്. അതിന് കറസ്പോണ്ടിങ് ഡെപ്ത് ആണ് ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് പറയുന്നത്. കറസ്പോണ്ടിങ് ഫ്ലോ ആണ് ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറയുന്നത്. അതുകൊണ്ട് ക്രിട്ടിക്കൽ ഫ്ലോൻ്റെ കണ്ടീഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മിനിമം സ്പെസിഫിക് എനർജിയുടെ കണ്ടീഷൻ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, dE/dy ഈസ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ dE/dy ഓഫ് ഈ ഒരു ടേം ഈസ് ഈക്വൽ ടു 0. ഇതിൽ ഈ ഒരു എക്സ്പ്രഷനിൽ അതായത് dE/dy ഓഫ് y പ്ലസ് q²/2g ഇൻറ്റു a² ആണ്. അതിൽ 1/a² നമുക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റും? a⁻² എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഈ ഒരു എക്സ്പ്രഷൻ നോക്കിയാൽ എന്ത് മനസ്സിലാവും? y എന്ന് പറയുന്നത് ആരുടെ ഫംഗ്ഷനാണെന്ന് പറഞ്ഞു? ഡെപ്ത് ഓഫ് ഫ്ലോൻ്റെ ഫംഗ്ഷനാണെന്ന് പറഞ്ഞു. മീൻസ് ഏരിയ എന്തായിട്ട് എടുക്കാൻ വേണ്ടി പറ്റില്ല? കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റില്ല. ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റത്തെ വൈയുടെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് 1 ആണ്. പിന്നെ q²/2g കോൺസ്റ്റൻറ്റ്. a⁻²ൻ്റെ എന്ന് വെച്ചാൽ -2 ഇൻറ്റു a⁻³ ഇൻറ്റു എന്തും കൂടെ വേണം? dA/dy ഈസ് ഈക്വൽ ടു 0. അല്ലെങ്കിൽ എന്ത് കിട്ടും? ഈ മൈനസ് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന 2 ഇൻറ്റും ക്യാൻസൽ ചെയ്തു. 1 മൈനസ് q²/g ഇൻറ്റു a⁻³ താഴോട്ട് കൊണ്ടുവന്നാൽ a³ ഇൻറ്റു dA/dy ഈസ് ഈക്വൽ ടു 0. ഇതാണ് കിട്ടിയിരിക്കുന്ന എക്സ്പ്രഷൻ. ഇതിൽ ഈ dA/dy എനിക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റും? ടോപ്പ് വിഡ്ത്ത് എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ചാനൽ സെക്ഷനിൽ. ഓക്കെ, ആ ഏറ്റവും ടോപ്പിൽ ഇതൊക്കെ വാട്ടറാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ ഫ്രീ സർഫസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിഡ്ത്തിനെയാണ് ടോപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അതായത് ഇവിടെയാണ് ഫ്രീ സർഫസ് വരിക, ഈ ടോപ്പിലെ ലൈൻ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിഡ്ത്താണ് ടോപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഈ dA/dy ഈസ് ഈക്വൽ ടു
ടോപ്പ് എടുത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്ന ടി ആണ്, അത് എഴുതാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണ് എഴുതുന്നത്? dA/dy എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ഏരിയ വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ഡെപ്ത് ഓഫ് ഫ്ലോ. ഞാൻ ഇവിടെ ഒരു എലമെൻ്റൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്തിട്ടുണ്ട്, ഈ ബ്രൗൺ കളറിൽ കാണിച്ചിരിക്കുന്നത്. ആ എലമെൻ്റൽ സ്ട്രിപ്പിൻ്റെ ഏരിയ എന്ന് പറയുന്നത് dA ആണ്, പിന്നെ അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് dy. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് dA = എന്ത് എഴുതാൻ വേണ്ടി പറ്റും? dA = ഏരിയ = t ഇൻറ്റു dy എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ dA/dy = എന്ത് കിട്ടും? t എന്ന് കിട്ടും. ഡയറക്റ്റായിട്ട് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. dA/dy = ദിസ് ടോപ്പ് വിഡ്ത്ത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? 1 - q²/GA³ × t = 0. അല്ലെങ്കിൽ 1 = q²/GA³ × t. റീഅറേഞ്ച് ചെയ്താൽ എന്ത് കിട്ടും? q²/g = a³/t. ഇതാണ് ക്രിട്ടിക്കൽ ഫ്ലോ അല്ലെങ്കിൽ മിനിമം സ്പെസിഫിക് എനർജി കിട്ടുന്നതിൻ്റെ ജനറൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഫ്രൗഡ് നമ്പർ ഫോർ ക്രിട്ടിക്കൽ ഫ്ലോ. ക്രിട്ടിക്കൽ ഫ്ലോന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രൗഡ് നമ്പറിൻ്റെ വാല്യൂ 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇനി കാണിക്കാൻ വേണ്ടി പോകുന്നത്. ജനറൽ കണ്ടീഷൻ ഫോർ ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറയുന്നത് q²/g = a³/t ആണ്. ഇതിൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി. അത് ഞാൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. എന്ത് കിട്ടും? a²v²/g = a³/t. ഇതിൽ നിന്ന് a² a³ ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും? ഒരു a മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. v²/g = a/t. ഈ എക്സ്പ്രഷനിൽ a/t ഏരിയ ഓഫ് ഫ്ലോ ബൈ ടോപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രോളിക് ഡെപ്ത് ആണ്. ഓപ്പൺ ചാനൽ ഫ്ലോൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ബേസിക് ടെർമിനോളജി പറയുന്ന സമയത്ത് പറഞ്ഞതായിരുന്നു a/t = ഹൈഡ്രോളിക് ഡെപ്ത്. എന്ത് എഴുതാൻ വേണ്ടി പറ്റും? v²/g = d ഓർ v² = gd എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ v = √gd. ഓക്കെ, ഇവിടുന്ന് ഈ എക്സ്പ്രഷൻ കിട്ടും. അല്ലെങ്കിൽ v/√gd = 1. ഇതിൽ ഈ v/√gd എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇത് ആരുടെ എക്സ്പ്രഷനാണ്? v/√gd എന്ന് പറഞ്ഞത് ഫ്രൗഡ് നമ്പറിൻ്റെ എക്സ്പ്രഷനാണ്. ഡയമെൻഷൻലെസ് നമ്പറാണ്, അതിൻ്റെ എക്സ്പ്രഷനാണത്. അല്ലെങ്കിൽ എന്ത് ചെയ്താ? ഫ്രൗഡ് നമ്പർ = 1. ഫ്രൗഡ് നമ്പർ 1 ആവുന്ന സമയത്ത് എന്തായിരിക്കും? ഫ്ലോ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഫ്ലോ ആയിരിക്കും. കാരണം ഇവിടെ ഡെറിവേഷൻ്റെ സ്റ്റാർട്ടിങ് എവിടെയാണെന്ന് തുടങ്ങിയത്? ക്രിട്ടിക്കൽ ഫ്ലോൻ്റെ കണ്ടീഷനിൽ സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് അവസാനം എന്തെത്തുന്നത്? ഫ്രൗഡ് നമ്പർ = 1 എന്താണ് കിട്ടുന്നത്. മീൻസ് ഫ്രൗഡ് നമ്പർ 1 ആവുന്ന സമയത്ത് ഫ്ലോ എന്തായിരിക്കും? ക്രിട്ടിക്കൽ ഫ്ലോ ആയിരിക്കും. അടുത്തത് എക്സ്പ്രഷൻ ഫോർ മിനിമം സ്പെസിഫിക് എനർജി. സ്പെസിഫിക് എനർജിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് E = y + v²/2g അല്ലെങ്കിൽ y + വെലോസിറ്റിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും? q²/2g × a². മിനിമം സ്പെസിഫിക് എനർജി ആവുന്ന സമയത്ത് വൈയുടെ വാല്യൂ എന്താവും? y എന്ന് പറയുന്നത് yc ആവും, ക്രിട്ടിക്കൽ ഡെപ്ത് ആവും. പിന്നെ ആരും കൂടെ യൂസ് ചെയ്യുന്നത്? കണ്ടീഷൻ ഫോർ ക്രിട്ടിക്കൽ ഫ്ലോ. ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് വെച്ചാൽ മിനിമം സ്പെസിഫിക് എനർജി. ആ കണ്ടീഷനും കൂടെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിന് എക്സ്പ്രഷൻ എന്ത് ചെയ്താൽ വൈയുടെ സ്ഥാനത്ത് yc വന്നു. ഇതിൽ q²/g, ഈ ഒരു q²/gക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും? a³/t. a³/t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബാക്കിയുള്ളത് ഇവിടെ എന്താ? 2 × a² ആണ്. q²/gക്ക് a³/t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ബാക്കിയുള്ളത് 2 × a². ഓക്കെ, ഇത് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? ഈ മിനിമം = yc + ½ × a³ a² ഒന്ന് ക്യാൻസൽ ചെയ്താൽ ബാക്കി ഒരു a ഉണ്ടാവില്ല. a/t/c. അടുത്തത് കണ്ടീഷൻ ഫോർ മാക്സിമം ഡിസ്ചാർജ് ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് സ്പെസിഫിക് എനർജി. ഇനി സ്പെസിഫിക് എനർജി ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ ഫിക്സ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഡിസ്ചാർജ് അതിൻ്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും? അല്ല കണ്ടീഷൻ എന്താണ്? അതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. സ്പെസിഫിക് എനർജിയുടെ എക്സ്പ്രഷൻ E = y + v²/2g. E = y + വെലോസിറ്റിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് q²/2g × a² കിട്ടും. ഓക്കെ, എന്ത് കിട്ടും? q²/2g × a² = E - y എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ C എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് എന്ത് എഴുതാൻ വേണ്ടി പറ്റും? q² = 2g a² × E - y അല്ലെങ്കിൽ q = √2g a × √(e - y). ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ സ്പെസിഫിക് എനർജി ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് എനർജിക്കാണ് ഇനി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മീൻസ് ഈൻ്റെ വാല്യൂ എന്തായിട്ട് എടുക്കാം? ഫിക്സഡ് ആയിട്ട് എടുക്കുന്ന ഫിക്സ് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഡിസ്ചാർജ് ആരെ മാത്രമേ? പിന്നെ ആരുടെ ഫംഗ്ഷനാണ്? ഏരിയ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ഫ്ലോൻ്റെ ഫംഗ്ഷൻ വൈയുടെ ഫംഗ്ഷനാണ്. അല്ലെങ്കിൽ ഡിസ്ചാർജ് പിന്നെ വൈയുടെ മാത്രം ഫംഗ്ഷനായി
അതിൻ്റെ മാക്സിമം കിട്ടണമെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കും? വിത്ത് റെസ്പെക്ട് ടു വൈ 0. ഇതിന് അതായത് ഡി ക്യൂ ബൈ ഡി വൈ ഈസ് ഈക്വൽ ടു 0, ഡി ബൈ ഡി വൈ ഓഫ് ക്യൂ ഈ ഒരു ടേം ഈസ് ഈക്വൽ ടു 0. ഇതിൽ ആ റൂട്ട് 2g അത് കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ ഡി ബൈ ഡി വൈ ഓഫ് എ ഇൻറ്റു റൂട്ട് ഓഫ് ഇ മൈനസ് വൈ ഈസ് ഈക്വൽ ടു 0. ഇതിൽ ഏരിയ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് വൈര ഫംഗ്ഷനാണ്. ഇതും ഒരു വൈര ടേംസിലെ എക്സ്പ്രഷനാണ്. എന്ത് യൂസ് ചെയ്യണം? പ്രൊഡക്റ്റ് റൂൾ ഓഫ് ഡിഫറൻസിയേഷൻ യൂസ് ചെയ്യണം. അതായത് ഫസ്റ്റത്തേൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് പ്ലസ് സെക്കൻഡിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഫസ്റ്റ് ടേം. ഓക്കെ, ഫസ്റ്റത്തേൻ്റെ ഡെറിവേറ്റീവ് ഡി എ ബൈ ഡി വൈ എഴുതാൻ കാരണം എ ഈസ് എ ഫംഗ്ഷൻ ഓഫ് വൈ ആണ്, ഇൻറ്റു സെക്കൻഡ് ഈ ഒരു ടേം പ്ലസ് ഫസ്റ്റത്തെ ടേം എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. ആദ്യം റൂട്ടിൻ്റെ ഡെറിവേറ്റീവ്. റൂട്ട് എന്ന് വെച്ചാൽ ഇ മൈനസ് വൈ ഓൾ റേസ് ടു 1/2 ആണ്. 1/2 ഇൻറ്റു ഈ ഒരു ടേം റേസ് ടു -1/2. അത് -1/2 എന്ന് വെച്ചാൽ 1 - 1/2 ആയതുകൊണ്ട് ഇൻറ്റു -5ൻ്റെത് -1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഈ ഒരു ടേമിൽ നിന്ന് ഡി എ ബൈ ഡി വൈ ഇൻറ്റു റൂട്ട് ഇ മൈനസ് വൈ ഈ ഒരു മൈനസാണ്, ഈ മൈനസ് ആവും. പിന്നെ a/2 ഉണ്ട്. ഈ -5 റേസ് ടു -1/2 എന്ത് എഴുതാൻ വേണ്ടി പറ്റും? 1/√e - 5 ഈസ് ഈക്വൽ ടു 0. അതായത് ഡി എ ബൈ ഡി വൈ ഇൻറ്റു ഈ ഒരു ടേം ഇതിനെ ഞാൻ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരുന്നു. a/2 ഇൻറ്റു 1/√e - 5. നേരത്തെ കണ്ട മാതിരി ഡി എ ബൈ ഡി വൈ എന്താണ്? ചാനലിൻ്റെ ടോപ്പ് എടുത്താണ്. ഓൾറെഡി അത് പ്രൂവ് ചെയ്തതാണ്. എന്ത് കിട്ടും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ടി ഇൻറ്റു റൂട്ട് ഇ മൈനസ് വൈ ഈസ് ഈക്വൽ ടു a/2 ഇൻറ്റു റൂട്ട് ഇ മൈനസ് 5. ഇനി ഈ റൂട്ട് ഇ മൈനസ് 5 ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. റൂട്ട് ഇ മൈനസ് 5 ഇൻറ്റു റൂട്ട് ഇ മൈനസ് 5 എന്താണ്? ഇ മൈനസ് 5 ആണ്. ടി ഇൻറ്റു ഇ മൈനസ് 5 ഈസ് ഈക്വൽ ടു a/2 കിട്ടും. അല്ലെങ്കിൽ ഇ മൈനസ് 5 ഈസ് ഈക്വൽ ടു a/2t. അതിന് ഇക്വേഷൻ ഡി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇക്വേഷൻ സി എന്തായിരുന്നു? ഇതായിരുന്നു ഇക്വേഷൻ സി എന്ന് പറഞ്ഞാൽ q²/2g ഇൻറ്റു a² ഈസ് ഈക്വൽ ടു ഇ മൈനസ് 5. ഇവിടെയുള്ള ഈ ഇ മൈനസ് 5യുടെ സ്ഥാനത്ത് ഞാൻ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്ത് കിട്ടും? q²/2g ഇൻറ്റു a² ഈസ് ഈക്വൽ ടു a/t. 2 ക്യാൻസൽ ചെയ്ത് പോകുന്ന. പിന്നെ q²/g ഇൻറ്റു a² ഈസ് ഈക്വൽ ടു a/t. റീഅറേഞ്ച് ചെയ്ത് എന്താ കിട്ടുന്നത്? q²/g ഈസ് ഈക്വൽ ടു a³/t. ഇതാണ് ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ മാക്സിമം ഡിസ്ചാർജ് ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് സ്പെസിഫിക് എനർജി. സ്പെസിഫിക് എനർജി ഒരു പർട്ടിക്കുലർ വാല്യൂ ഫിക്സ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഡിസ്ചാർജിൻ്റെ കണ്ടീഷനാണ് q²/g ഈസ് ഈക്വൽ ടു a³/t². ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ തൊട്ട് മുമ്പും ഓൾറെഡി കണ്ടതാണ്. അതായത് കണ്ടീഷൻ ഫോർ മാക്സിമം ഡിസ്ചാർജ് ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് സ്പെസിഫിക് എനർജി. ഇപ്പം ഡിറൈവ് ചെയ്തത് അത് ആർക്ക് സെയിം ആണ്? കണ്ടീഷൻ ഫോർ മിനിമം സ്പെസിഫിക് എനർജി ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് ഡിസ്ചാർജ്. ഈ സെയിം എക്സ്പ്രഷൻ അതായത് മാക്സിമം ഡിസ്ചാർജ് ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് ഇന് മാക്സിമം ഡിസ്ചാർജ് കിട്ടേണ്ട കണ്ടീഷനാണിത്. ഇത് ആരുടെ കണ്ടീഷൻ തന്നെയാണ്? മിനിമം സ്പെസിഫിക് എനർജി ഫോർ എ ഗിവൺ ഡിസ്ചാർജ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഫ്ലോൻ്റെ കണ്ടീഷൻ തന്നെയാണിത്. അല്ലെങ്കിൽ എന്ത് പറയാം? ഫോർ എ ഗിവൺ സ്പെസിഫിക് എനർജി ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് എനർജിക്ക് ഡിസ്ചാർജ് എപ്പോഴാണ് മാക്സിമം ആവുക? ഫ്ലോ ക്രിട്ടിക്കൽ ഫ്ലോ ആവുന്ന സമയത്താണ് ഡിസ്ചാർജ് മാക്സിമം ആവുക ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് സ്പെസിഫിക് എനർജി. അടുത്തത് ഡിസ്ചാർജ് ഡയഗ്രാം. ഡിസ്ചാർജിൻ്റെ എക്സ്പ്രഷൻ ഓൾറെഡി കഴിഞ്ഞ ഡെറിവേഷനിൽ വന്നതാണ്. അതുകൊണ്ട് വീണ്ടും ഡിറൈവ് ചെയ്യുന്നില്ല. q = √2g ഇൻറ്റു a ഇൻറ്റു ഇ മൈനസ് 5. ഇതിൽ ഏരിയ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ആരുടെ ഫംഗ്ഷനാണ്? വൈയുടെ ഫംഗ്ഷനാണ്. ഡെപ്ത് ഓഫ് ഫ്ലോൻ്റെ ഫംഗ്ഷനാണ്. മീൻസ് ഈ ഞാൻ ഫിക്സ് ചെയ്തു. ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് എനർജിക്കാണ് പറയുന്നത്. ഈ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ക്യൂ പിന്നെ ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? വൈനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. കാരണം എ എന്ന് പറയുന്നതും വൈയുടെ ഫംഗ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കെന്ത് വരക്കാൻ വേണ്ടി പറ്റും? ഒരു ഗ്രാഫ് വരക്കാൻ വേണ്ടി പറ്റും. ദ ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് ഡിസ്ചാർജ് വിത്ത് റെസ്പെക്ട് ടു ഡെപ്ത് ഓഫ് ഫ്ലോ ഫോർ എ ഗിവൺ സ്പെസിഫിക് എനർജി ഈസ് നോൺ ആസ് ഡിസ്ചാർജ് ഡയഗ്രാം. ഡിസ്ചാർജ് ഡയഗ്രാം എന്ന് വെച്ചാൽ ഡിസ്ചാർജിൻ്റെ പ്ലോട്ടാണ്. ആരുടെ ഫംഗ്ഷനായിട്ട്? വൈയുടെ ഫംഗ്ഷനായിട്ട് ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് സ്പെസിഫിക് എനർജി. ഇതാണ് ഡിസ്ചാർജ് ഡയഗ്രാം. വൈ കോർഡിനേറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഡെപ്ത് ഓഫ് ഫ്ലോ ആണ്. എക്സ് കോർഡിനേറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഡിസ്ചാർജ് ആണ്. ഇതാണ് ഡിസ്ചാർജ് കർവ് വരുന്നത്. ഓക്കെ, ഫോർ എ ഗിവൺ സ്പെസിഫിക് എനർജി മാക്സിമം ഡിസ്ചാർജ്. ഈ ഡിസ്ചാർജ് കർവിൽ മാക്സിമം പോയിൻ്റ് ഏതാണ്? ഇതാണ് മാക്സിമം ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് എനർജിക്ക് മാക്സിമം ഡിസ്ചാർജ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണ്ടീഷൻ എന്താണ്? ക്രിട്ടിക്കൽ ഫ്ലോൻ്റെ കണ്ടീഷനാണ്. ആ സമയത്ത് ഈ ഒരു ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്രിട്ടിക്കൽ ഡെപ്ത് ആയിരിക്കും. ഓൾറെഡി പ്രൂവ് ചെയ്തു അത്. ഓക്കെ, വൈ കോർഡിനേറ്റ് ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് എടുക്കുന്നത് ഇതെന്താണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്?
ക്രിട്ടിക്കൽ ഡെപ്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഇഫ് ദ ഡെപ്ത് ഓഫ് ഫ്ലോ ഈസ് ലെസ് ദാൻ ക്രിട്ടിക്കൽ ഡെപ്ത്, ഇതാണ് ക്രിട്ടിക്കൽ ഡെപ്ത്. അതിനെ താഴെ വരുന്നുണ്ടെങ്കിലോ വൈ ലെസ് ദാൻ വൈ സി എന്തായിരിക്കും? ഫ്ലോ സൂപ്പർ ക്രിട്ടിക്കൽ ആയിരിക്കും. അതിൻ്റെ മുകളിലാവുന്ന സമയത്ത് സബ് ക്രിട്ടിക്കൽ ഫ്ലോ ആയിരിക്കും. ഈ മാക്സിമം ഡിസ്ചാർജ് ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് ഇ ആണ് ഇത് പറയുന്നത്. മാക്സിമം ഡിസ്ചാർജ് എപ്പോഴാണ് വരിക? ക്രിട്ടിക്കൽ ഫ്ലോ ആവുന്ന സമയത്താണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ഡെപ്ത് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഡെപ്ത് ആയിരിക്കും. ഓക്കെ, ഈ ഒരു വാല്യൂ അതിൽ കൂടുതലാവുന്ന സമയത്ത് ഡെപ്ത് ഓഫ് ഫ്ലോ ക്രിട്ടിക്കൽ ഡെപ്തിനെക്കാട്ടി കൂടുതലാവുന്ന സമയത്ത് സബ് ക്രിട്ടിക്കൽ ഫ്ലോ ആണ്. താഴെയാവുന്ന സമയത്ത് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ആണ്. ഇനി ഈ ഒരു 2 പോയിൻ്റ്, ഈ ഡിസ്ചാർജ് കർവ് ഇവിടെയാണ് ഡിസ്ചാർജ് എടുക്കുന്നത്. ഈ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സീറോ ഡിസ്ചാർജാണ്. ഈ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാലും സീറോ ഡിസ്ചാർജാണ്. അതങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റത്തെ കേസ് വെൻ ഡെപ്ത് ഓഫ് ഫ്ലോ ഈസ് ഈക്വൽ ടു സീറോ. ഡെപ്ത് ഓഫ് ഫ്ലോ സീറോ എന്ന് വെച്ചാൽ ഫ്ലോ ഇല്ല, മീൻസ് ഡിസ്ചാർജ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഈ ഒരു പോയിൻ്റാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഈ ഒരു പോയിൻ്റ്, അതായത് വെൻ വൈ ഈസ് ഈക്വൽ ടു ഇ, ഈ ഒരു എക്സ്പ്രഷൻ നോക്കാം. ഈ ഒരു എക്സ്പ്രഷനിൽ വൈയും ഇയും സെയിം ആവുന്ന സമയത്ത് എന്തായിരിക്കും? ഇത് സീറോ വരും, ഡിസ്ചാർജ് നോർമലി സീറോ വരും. ഈ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ വെൻ വൈ ഈസ് ഈക്വൽ ടു ഇ ആണ്. ആ ഒരു കണ്ടീഷനിൽ ഡിസ്ചാർജിൻ്റെ വാല്യൂ സീറോ വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പ്രഷൻ നോക്കിയാലും മനസ്സിലാക്കാതെ കുറച്ചും കൂടെ ഫിസിക്കൽ റെലവൻസ് കിട്ടുന്നത് ഈ ഒരു എക്സ്പ്രഷനിൽ നിന്നാണ്. വെൻ ഇ ഈസ് ഈക്വൽ ടു വൈ, ഇ ഈസ് ഈക്വൽ ടു വൈ ആവുന്ന സമയത്ത് എന്തായിരിക്കും? v²/2g എന്ന് പറഞ്ഞാൽ സീറോ ആയിരിക്കണം. എന്നാൽ മാത്രമേ ഇ ഈസ് ഈക്വൽ ടു വൈ വരുന്നുള്ളൂ. v²/2g സീറോ ആവുന്ന സമയത്ത് എന്തായി? v²/2g സീറോ ആവണം. ആരെ സീറോ ആവണം? വെലോസിറ്റി സീറോ. ഫ്ലോ വെലോസിറ്റി സീറോ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഡിസ്ചാർജ് ഉണ്ടാകും. ഡിസ്ചാർജ് ഇല്ല, ഡിസ്ചാർജ് സീറോ ആയിരിക്കും. അതാണ് ഈ പോയിൻ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്.